ഹലോ ഡിയേഴ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. എൻ്റെ തലക്കെട്ടും മട്ടും ഭാവം കണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞാൻ ചെറിയൊരു പണിക്ക് പോവുക കേട്ടോ. എന്താ പറയുക, കാന്താരിമുളക് കുറയ്ക്കാൻ പോവുക കേട്ടോ. അപ്പോൾ കൊച്ച് ആദ്യം പോയി അവൻ കാന്താരിമുളക് കുറയ്ക്കാൻ ജോറായി മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ മാത്രം ബേക്കൂടെ നിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാനും കൂടെ പറിച്ചു കേട്ടോ. കുറച്ച് കാന്താരിമുളക് പറിച്ച് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ. എന്തായാലും നാട്ടിൽ വന്നല്ലേ, എന്നാൽ ഇരിക്കട്ടെ കുറച്ച് കാന്താരിമുളക്. അങ്ങനെ ഞാൻ എന്താ ഇവിടുന്ന് 2 ചെടി നട്ട് ഇത്രയും പറിച്ചെടുത്തു കേട്ടോ. അത് ദേഷ്യം പിടിച്ചേക്കുക. ഇങ്ങോട്ട് അവിടുത്തെ പറിച്ച് കഴിഞ്ഞ് ഇപ്പുറത്തൊടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ തുമ്മന് താഴോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. തിട്ട് കുറച്ച് മേളിലായതുകൊണ്ട് അവന് അവിടെ നിന്നിട്ട് പരിഭവം കാണിച്ചതാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഞാൻ എന്താക്കി താഴെയുള്ള മുളക് കൊടിനെല്ലാം വലിച്ച് താഴെ ഇട്ട് കുനിച്ച് നിർത്തി അവിടെ നിന്നെല്ലാം പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്നെല്ലാം പറിച്ച് നിന്നപ്പോൾ തുമ്മൻ അവിടെ നിന്ന് കാപ്പീനടിക്കുന്ന കാപ്പിക്കുരു പറിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പൊന്നു മോനെ പറിച്ച് കളയല്ലേ, സമയമാകുമ്പം അച്ചായി തന്നെ പറിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവനെ അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് അവിടെ നിന്ന് അവൻ വരുന്നില്ല, ഞാൻ പറഞ്ഞ വാടാ വാടാ എന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. പിണങ്ങി നിൽക്കുന്ന ഇപ്പമല്ലേ, കുറച്ച് ഡിമാൻഡ് ഇടണമല്ലോ. എങ്കിൽ വാടാ എന്നും പറഞ്ഞ് അവനെ കൂട്ടി. അപ്പോൾ അവിടെ തന്നെ കുറച്ച് പാവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ പാവയ്ക്ക കിടപ്പുണ്ട്, കാട്ടുപാവയ്ക്കാണ്. അതൊക്കെ ഞങ്ങൾ നോക്കി. അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു കാന്താരി ചെടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഉരുണ്ടിരിക്കുന്ന സൈസ്, നല്ല വെട്ടിക്കെട്ട് സാധനം. അത് കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും മതി, എന്നെ കണ്ണ് കാണില്ല, അത്രയ്ക്ക് എരിവുള്ള സാധനം കേട്ടോ. അതും കൂടെ കുറച്ച് പറിച്ചെടുത്തേ. എന്നിട്ട് പിന്നെ ഞങ്ങൾ മുമ്പോട്ട് നടന്ന് അപ്പോഴത്തേക്ക് ആ ഒരു കവറ് ഫുള്ളും ആയി കേട്ടോ. ഞാൻ കവർ ഞങ്ങൾ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് ഒരു ചെറിയ പാത്രമായിട്ട് ഇറങ്ങി കേട്ടോ. ഇത് കണ്ടോ, കുറുന്തോട്ടിയാണ്. ചൂലുണ്ടാക്കാൻ വേണ്ടി ഉണക്കാട്ടേക്ക് കേട്ടോ. കുറുന്തോട്ടി ചൂല് നിങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ മുളക് പറിക്കാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് രണ്ട് ചുമന്ന് തൊടുത്ത് നിൽക്കുന്ന നമ്മുടെ തക്കാളിക്കുട്ടനെ കണ്ടത്. തുമ്മൻ പിന്നെ വിടുവോ, അവനെന്നെ പിടിച്ച് പറിച്ചെടുത്ത് അവൻ തിന്നട്ടെ എന്ന് ചോദിച്ചു. ഞാൻ തിന്നോടാ എന്ന് പറഞ്ഞു. ആദ്യം എടുത്ത് താഴെ പോയിട്ടോ. എന്നിട്ട് വലിഞ്ഞ് എന്നെ നോക്കി ഇനി പറിക്കട്ടെ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു നീ പറിച്ചോടാ എന്ന് പറഞ്ഞു. അവന് തിന്നട്ടെ, ഞാൻ പറഞ്ഞു തിന്നോളാൻ പറഞ്ഞു. അതിനിടയ്ക്ക് കുനിഞ്ഞ് കിടന്ന് മാന്തുന്നൊക്കെ ഉണ്ടിട്ട് എന്താ പറയുക, കൊതുകുണ്ട് തോന്നുന്നു. അങ്ങനെ അവനത് കുറേയൊക്കെ പറിച്ച് നിന്നപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മ ഒരു കുമ്പിളുണ്ടാക്കി തരാം, കൊച്ചതിന് വെച്ചാൽ കയ്യിൽ വെച്ചാൽ പിന്നെ വീണ് പോകുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ കാപ്പിയെല്ലാം ചുരുട്ടി മടക്കിയെടുത്ത് ഒരു കുമ്പിളാക്കി കൊടുത്തു കേട്ടോ. പുള്ളിക്കാരൻ അതിൽ നിറച്ച് അമ്മ എനിക്ക് ഇനിയും പറിച്ച് താന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ ഞാൻ കണ്ടോ കുമ്പിളുണ്ടാക്കിയത് ഇങ്ങനെയാണ്. എന്നിട്ട് ഞാൻ പിന്നെ പറിച്ചിട്ട് കൊടുത്തു. പാവം തോന്നി, പറഞ്ഞതല്ലേ, കൊച്ചിന് ഇഷ്ടപ്പെട്ട സാധനമല്ലേ. കൊച്ച് കാന്താരി മുളക് പറിക്കാൻ വന്ന് കുറച്ച് തക്കാളിയും പറിച്ച് സന്തോഷിക്കട്ടെ എന്ന് കരുതി ഞാനും കുറച്ച് അവിടെ നിന്നൊക്കെ പറിച്ചെടുത്ത് കൊടുത്തു കേട്ടോ. അവനതുകൊണ്ട് പറഞ്ഞ് എന്താ പറയണമെന്ന് അറിയാം, അമ്മേ എനിക്ക് ഇതിങ്ങോട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. സോസ് എന്തെന്നാലും അതിന് വേണം കേട്ടോ. സോസ് മീൻസ് അങ്ങനെ വെച്ചാൽ എന്തെങ്കിലും പിന്നെ സ്നാക്സ് ഐറ്റംസ് കഴിക്കുമ്പോൾ സമൂസ അങ്ങനെ കഴിക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ നമുക്ക് കുപ്പിയിലിട്ട് വെക്കാം, പഞ്ചസാര ഇടാം. എന്നിട്ട് പുള്ളി തന്നെ എല്ലാ റെമഡീസ് പറഞ്ഞു തരികയാണ്, ഇങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ. അങ്ങനെ അതൊക്കെ പറിച്ച് അതിനകത്ത് ഇട്ടു കേട്ടോ. നല്ല ചൊറിച്ചിലില്ലേ, കൊതുക്, വേറെ ഒന്നുമല്ല കേട്ടോ. അങ്ങനെ അവിടെ ഒരു മരം വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ അത് കയറാൻ പേടി. ഇത് കയറ്റിയേ അടങ്ങുമെന്നുള്ള ഞാനും അങ്ങനെ വിടാൻ പാടില്ല. പിന്നെ അവനെ പൊക്കിയെടുത്ത് മരത്തിൻ്റെ മണ്ടയെ കയറ്റിയിരുത്തി. ആദ്യം ഒന്ന് കരഞ്ഞ് പേടിച്ച്. പിന്നെ ഞാൻ പറഞ്ഞത് നിൽക്കണ്ട കൊച്ചി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ച് നേരെ അവിടെ കുത്തിയിരുത്തി. ഞാൻ പറഞ്ഞു നോക്കടാ, അവിടെ കാണാൻ രസമല്ലേ, ഇങ്ങനെ കാണാൻ രസമില്ലേ എന്ന് പറഞ്ഞു. അവൻ്റെ പേടി കുറച്ച് മാറ്റിയെടുത്തു കേട്ടോ. പിന്നെ ആൾ ഉഷാറായിട്ടോ. പിന്നെ എൻ്റെ വെളിക്കിരുന്ന് കുറച്ച് നേരം കുരുങ്ങി. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ താണ്ട് അതിന് മേളിൽ എന്ത് തത്തയുണ്ട് നോക്കടാന്ന് പറഞ്ഞ് മേളിലൊക്കെ ചുറ്റുംപുറം കാണിച്ച്. അപ്പോൾ ആ പറഞ്ഞ പറച്ചിലാണ് ആ കാണുന്നത്, എവിടെ അമ്മ തത്ത, അവിടെയാണോ എന്നൊക്കെ. എന്നിട്ട് അവനെ അവിടെ ഇരുത്തി കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. ഇതാണ്ട് ഞാൻ മുളകും പറിച്ചു, അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു തക്കാളിയും പറിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയായി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പറമ്പിലോട്ട് വരിക കേട്ടോ. മീൻസ് പറമ്പിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണേ. അവിടെ നിന്ന് ഫയറോ, അത് ഫയറിൽ അവർ കത്തിച്ചതാണ്. കൊച്ചുണ്ണീൻ്റെ വക അമ്മയെ ഫയർ എന്ന് എന്താണെന്നറിയോ, അവിടെ മുറ്റത്തു നിന്നെല്ലാം പുല്ല് കളിച്ചിട്ടിട്ട് അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ കത്തിച്ച് കളയുക കേട്ടോ. വരുന്ന വഴിക്ക് അവൻ ചെമ്പരത്തിയും കണ്ടു. തേൻ കുടിക്കാൻ പണ്ടേ മിടുക്കനാ. പിന്നെ തേൻ കുടിച്ചു. അങ്ങനെ അവൻ ഞങ്ങളും വീട്ടിലോട്ട് ഇങ്ങനെ നടന്ന് അവനവൻ്റെ വലിയ പപ്പയോട് വർത്താനം പറഞ്ഞ് എന്താ കത്തിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവൻ നടന്നു. പുറകെ ഞാനും ഇവൻ്റെ വെപ്രാളവും ചേട്ടൻ്റെ തീ കത്തിക്കലും എല്ലാം കടന്ന് 2 ഡയലോഗൊക്കെ അടിച്ച് ഞാനും വീട്ടിലോട്ട് ഇങ്ങനെ നടന്ന്. എന്താ ഇന്ന് തിരിച്ച് പോണല്ലോ എന്നുള്ള വിഷമത്തോടെ ഇങ്ങനെ നടന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്. അങ്ങനെ ഞങ്ങൾ മുളക് കറി കഴിഞ്ഞ് വീട്ടിലെത്തി.